ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെഫ്നാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഉന്നക്കായാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഉന്നക്കായ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിൽ ഒറ്റ വിസിലടുപ്പിച്ചിട്ടാണ് ഇത് ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുക്കേണ്ടത്. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചെറിയ ബ്രൗൺ കളറാവുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ച പഴം കയ്യിലൊന്ന് ജസ്റ്റ് പരത്തി കൊടുക്കാം. ഇതിനകത്തേക്ക് തേങ്ങയുടെ ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഉന്നക്കായ റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടാക്കണം. അതിലേക്ക് ഓരോന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്